RSS പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തി കേരള കേന്ദ്ര സർവകലാശാല VC. കാഞ്ഞങ്ങാട് നടന്ന RSSന്റെ പരിപാടിയിലാണ് പെരിയ കേരള കേന്ദ്ര സർവകലാശാല VC സിദ്ധു പി അൽഗൂർ പങ്കെടുത്തത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, ഇതല്ലെങ്കിൽ തന്നെ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാണ് VCമാർ ഈ RSS പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത്. ഇതിപ്പോൾ പരിപാടി എന്തായിരുന്നു? ആര്യ, ഇന്നലെ വൈകിട്ടാണ് RSSന്റെ കാഞ്ഞങ്ങാട് നേതൃത്വം ഈ രീതിയിലൊരു രാഷ്ട്രീയ വൈകാർ സദസ്സ് എന്നുള്ളൊരു പരിപാടി കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ഹോട്ടലിൽ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി RSSന്റെ നേതാക്കളടക്കം നിരവധി അനുഭാവികളൊക്കെ തന്നെ ആ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. RSSന്റെ ചരിത്രം പറയുന്ന സിനിമയുടെ പ്രദർശനം അടക്കമുണ്ടായിരുന്ന വേദിയിൽ മുഖ്യാതിഥിയായി ഉണ്ടായിരുന്നത് കേന്ദ്ര കേരള സർവകലാശാലയുടെ VC ആയ സിദ്ധു പി അൽഗൂർ ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ രജിസ്ട്രാർ ഇൻചാർജും ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. ഇവർ രണ്ടുപേരും പരിപാടിയിൽ പരിപൂർണമായും ഉണ്ടായിരുന്നു, മുഴുവൻ സമയവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഇവരെ പൊന്നാടയടക്കം ചാർത്തി സ്വീകരിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. നേരത്തെ തന്നെ RSS നേതൃത്വത്തിന് വലിയ രീതിയിൽ കേന്ദ്ര സർവകലാശാലയ്ക്കകത്ത് വലിയ സ്വാധീനമുണ്ട്. അവിടെ നിയമനങ്ങളടക്കം നടത്തുന്നു. അതേസമയം തന്നെ ഇപ്പോൾ ഈ ആരോപണം നേരിടുന്ന അല്ലെങ്കിൽ ഈ രീതിയിൽ ഇപ്പോൾ RSS വേദിയിലെത്തി എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ ആരോപണം നേരിടുന്ന VC അടക്കമുള്ള ഉദ്യോഗസ്ഥർ രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ ജാതിപരമായും ഒക്കെ തന്നെ അവിടെയുള്ള ജീവനക്കാരോട് ഇടപെടുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചില ആചാരങ്ങളൊക്കെ തന്നെ ക്യാമ്പസിനകത്ത് നടത്തുന്നു എന്നുള്ള വലിയ ആരോപണങ്ങൾ SFIയും NSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ പലതവണ മുന്നോട്ടേക്ക് കൊണ്ടുവന്നതാണ്. അധ്യാപക സംഘടന അടക്കം മുൻപും പലതവണ VC അടക്കം മുന്നോട്ടേക്ക് വയ്ക്കുന്ന പല രാഷ്ട്രീയ താല്പര്യങ്ങൾക്കെതിരെയും സമരം അടക്കം മുന്നോട്ടേക്ക് കൊണ്ടുവന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ ബന്ധം പരസ്യമായി കാണിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ രജിസ്ട്രാർ ഇൻചാർജും VCയും നേരിട്ടൊരു RSS വേദിയിലേക്ക് എത്തുന്നത്. ആര്യ, ശരി.